ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ് തയ്യാറാക്കി നോക്കാം. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്ന പുഡിങ്ങാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമുക്ക് ഓർഡറൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഏത് മോൾഡിലാണ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു മോൾഡിലൊക്കെ ചെയ്യുക എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഡ്രസ് ലൈസസിൻ്റെ ഒക്കെ മോൾഡ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു മോൾഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മോൾഡ്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മോൾഡിന് മാച്ചായിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ മോൾഡിൽ തയ്യാറാക്കിയാൽ കറക്റ്റായിരിക്കും. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡ് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1/2 kg അളവിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കണം. 1/2 kg ബേസിക് വരുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 kg ബേസിക് വരുന്നത് അതിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കാൻ കാരണം ഒറ്റ ലെയറായിട്ടാണ് നമുക്ക് ആ ഒരു കേക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ 1/2 kg ആകുമ്പോൾ 8 ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഒരു ലെയർ മതിയല്ലോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എഴുതി കൊടുക്കേണ്ട കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും പറയുന്നതാണ് മുട്ടയിൽ വെള്ളമില്ലാതിരിക്കാനും ബൗളിൽ വെള്ളമില്ലാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാമെന്ന്. അങ്ങനെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 40 സെക്കൻഡൊക്കെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പൊടിച്ചതാണെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്തോളൂ കേട്ടോ. അങ്ങനെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഇതുപോലെ നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റിൻ്റെ ആവശ്യമില്ല. ബീറ്റിൻ്റെ വിസ്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. സ്പാച്ചുല വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൻ്റെ സ്പീഡ് കണ്ടിട്ട് ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെ സാവധാനം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ ചെയ്താൽ ആ മുട്ട ബീറ്റ് ചെയ്തതിൻ്റെ ഫ്ലഫിനെസ് ഒക്കെ പോയിട്ട് കേക്ക് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യില്ല, ആ രീതിയിലാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബാറ്ററും ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പാനിൽ റിങ് ഇറക്കി വെച്ചിട്ടുള്ള പാനിൽ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. 1/2 kg അളവിലുള്ളത് പരന്നിട്ടുള്ള മോൾഡിലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടും. ഈ ഒരു പുഡിങ് നമ്മൾ 2 ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയറിലേക്ക് പുഡിങ് ആയിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ജലാറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അതേസമയം തന്നെ നമുക്ക് ആ ഒരു ചൈന ഗ്രാസ്
മെൽട്ടാവാനും വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് മെൽട്ടാക്കി എടുക്കാം. അതേ സമയം തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, നമ്മുടെ ബൂസ്റ്റ് പൗഡർ. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പുഡിങ്ങിനെ സ്പെഷ്യലാക്കുന്നത് തന്നെ ഈ ഒരു ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണ് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും ഒരേ ചൂടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, പാല് പിരിഞ്ഞു പോകും. രണ്ട് ചൂടായാലും പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചൂടോട് കൂടെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മോൾഡിലല്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല സെറ്റാവാനും നിൽക്കരുത്. കുറച്ച് സമയം അധികം വെച്ചാൽ അത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ സെറ്റാവും. അപ്പോൾ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഇതിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പ്ലാസ്റ്റിക് ഉരുകില്ല എന്നൊക്കെ ഒരു ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ചൈന ഗ്രാസിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അത് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കേക്കും അപ്പോഴേക്കൊക്കെ ബേക്കായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ലെയർ മാത്രമേ നമുക്ക് ഈ ഒരു കേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 1/2 kg അല്ലേ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രലൈൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ കാരമൽ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്, ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു വേണ്ട കേട്ടോ. അത് മെൽട്ടായി വന്ന ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കിത് പ്രലൈൻ റെഡിയാക്കി എടുക്കാം. ബട്ടർ ഉണ്ടായാൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അലുമിനിയം ഫോയിലിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം കേട്ടോ അലുമിനിയം ഫോയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് മാറ്റുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് തണുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് ഫില്ലിങ്ങിനും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത അതൊക്കെയാണ്, കണ്ടൻസ് മിൽക്ക്. പിന്നെ അതിലേക്ക് തന്നെ ബൂസ്റ്റ് പൗഡറും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ബൂസ്റ്റ് പൗഡർ ചേർക്കുമ്പോൾ ഈ ഒരു ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്ര ഫ്ലഫി ആയിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതെ ഒരു അത്ര എന്താ പറയുക, അത്ര സ്റ്റിഫായി കിട്ടണ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതാ നമ്മുടെ കേക്ക് നമുക്ക് ഇനി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. പുഡിങ്ങൊക്കെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ പുഡിങ്ങും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും അത് റെഡിയായി വരും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മിൽക്ക് മിക്സ്ചർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മളിത് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് 1/2 കപ്പ് പാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന പോലെ അത്ര പിശുക്ക് കാണിക്കുകയൊന്നും വേണ്ട. ഷുഗർ ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പുഡിങ് അല്ലേ, അപ്പോൾ കുറച്ചൊക്കെ നല്ലൊരു അലിഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാവുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഈ ചോക്ലേറ്റ് ഗനാശ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗനാശ നമുക്ക് മുകൾ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പ്രലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മുകൾ ഭാഗത്തും ഡെക്കറേഷന് വേണ്ടിയിട്ടും ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് അത് കൊടുക്കുക.
പിന്നെ കുറച്ച് ബൂസ്റ്റ് പൗഡർ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം 1/4 കപ്പ്, അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ട, നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയും പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി. അതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് നമ്മൾ കൊണ്ട് കഴിയണം. മാക്സിമം ഒന്ന് ലെവലാക്കി എടുക്കുക. ഇത് കൂടുതൽ ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിന് മുകളിൽ ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഗനാഷ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് മനസ്സിലായൊരു ഐഡിയ വേണം ഈ ഒരു മോൾഡിന് എത്ര ഹൈറ്റ് ഉണ്ട്, അതിനനുസരിച്ചൊക്കെ വേണം കേക്കും അതുപോലെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 1 kg അളവിൽ വരുന്ന കേക്കാണ് കേട്ടോ. കേക്കല്ല, പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കേക്ക് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗനാഷ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സീഡിലൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു പ്രാലൈൻ ഉണ്ടല്ലോ, അത് റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഷുഗർ ബോൾസും ഒക്കെ വെച്ചിട്ടാണിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റൗണ്ടിൽ ഫുള്ളായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഷുഗർ ബോൾസ്, ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് ആയിരിക്കുമല്ലോ ഇതിലൊക്കെ ഒന്നുകൂടെ മാച്ചായിട്ട് വരിക. അപ്പോൾ അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ രീതിയിൽ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ് സെയിൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 രൂപയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഈ ഒരു പുഡിങ്ങിന് 800 രൂപയാണ് ഞാൻ വാങ്ങിച്ചത്. 800, 900 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം. ഇതിൽ ഒരുപാട് നമ്മൾ ചേർക്കുന്നതല്ലേ. അപ്പോൾ ഇത് അടച്ചു വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു കത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എംബ്ലവും വെച്ചിട്ട് താഴെ ഒരു റിബണും കൂടെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഡ്രസ് ലേജസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റിബണൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് പാക്ക് ചെയ്തിട്ടുള്ളത്. റെഡ് റിബണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു കേക്ക്, ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചൂടോടുകൂടെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ആ ഒരു പുഡിങ് ഒഴിച്ചു കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.